ഞങ്ങളുടെ ഒരു 10 കൊല്ലം മുന്നേ ലീഗിനകത്ത് ഒരു മിതവാദി അല്ലെങ്കിൽ ഏറ്റവും പ്രോഗ്രസീവ് ഫേസാണ്. ഇപ്പോൾ പക്ഷേ എനിക്കൊന്ന് ഈ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും താങ്കൾ കുറച്ചൊരു എക്സ്ട്രീം ഫേസ് ആയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. എന്താണ് അതിന് കാരണം? എന്താണ് എൻ്റെ എക്സ്ട്രീമിസം? താങ്കളുടെ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ട് വളരെ പ്രോഗ്രസീവായ ഒരു നേതാവാണ്, ഒരു മന്ത്രിയായിരുന്നു. താങ്കളുടെ അടുത്തിടയ്ക്കുള്ള പല സ്റ്റേറ്റ്മെന്റ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആകാം, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ആകാം, ഈ വിഷയത്തിലൊക്കെ കുറച്ചൊരു കാർക്കശ്യം കാണിക്കുകയും ഇതാണ് മുസ്ലിം സമുദായത്തിന് അഭികാമ്യമായ നിലപാട് എന്ന് വരുത്തി തീർക്കാൻ. അല്ല, ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യമല്ല. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, ഞാൻ ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് കാരണം അന്ന് ഞാൻ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്ററായിട്ട് ഡൽഹി ചെന്നപ്പോഴാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുള്ള മറുപടി ദർ ഇസ് നോ ട്രാൻസ്ജെൻഡർ. അപ്പോൾ അവർ എന്നെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഞങ്ങളൊരു സെൻസസ് എടുത്തു. സ്നോബോൾ ടെക്നിക് എന്നാണ് ഇതിന് പറയുക. ഞങ്ങൾ 2 ട്രാൻസ്ജെൻഡറെ കണ്ടുപിടിച്ചു. അവരിലൂടെ 4 പേരിന് 8 പേരെ. അപ്പം ഇങ്ങനെ ഒരു സ്നോ ഇങ്ങനെ പോകുമ്പോൾ വലുതായി വരുന്ന പോലെ 25,000 ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ പഠിക്കാനൊന്നും പറ്റാഞ്ഞിട്ട് അയൽ സംസ്ഥാനങ്ങളുടെ. അങ്ങനെയാണ് ഞങ്ങൾ ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അതിന് അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ബാത്റൂമുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസുണ്ട്. അപ്പോൾ പിന്നെ ക്യാബിനറ്റിൽ കൊണ്ടുവന്നു, ക്യാബിനറ്റിൽ നിന്ന് പാസ്സാക്കി നിയമസഭയിൽ ഞാൻ പോളിസി അവതരിപ്പിച്ചു. അവർക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വരെ തീരുമാനിച്ചു. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ അതല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോമോസെക്ഷാലിറ്റിയുടെ ഇഷ്യൂവിൽ കുറേയധികം പ്രോബ്ലംസ്, ഒരു മെഡിക്കൽ പേഴ്സൺ എന്നുള്ള നിലക്കുള്ള പ്രോബ്ലംസാണ് ഞാൻ ഇപ്പം ഇതേ നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞ ബിന്ദു പറഞ്ഞ ഹെട്രോനോർമേറ്റീവ് ആണല്ലോ. ഹെട്രോനോർമേറ്റീവിനെ മറികടക്കണം എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞാനതിൽ എടുത്തൊരു നിലപാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചപ്പോഴാണ് ഈ ഹോമോസെക്ഷാലിറ്റി കാരണം ധാരാളം സോഷ്യൽ ഇഷ്യൂസ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ്, UK-ലും അവിടെയൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൈഡ് പരേഡൊക്കെ നടത്തും. ഗേയ്സ് മുഴുവൻ ഇറങ്ങിയിട്ട്, ലെസ്ബിയൻസ് മുഴുവൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഗേയ്സിൽ ഒന്നാമത് നമുക്കറിയാം, ഞാൻ എൻ്റെ ഫൈനൽ എക്സാം എഴുതുന്ന സമയത്താണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിനെക്കുറിച്ചുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ്. അത് അങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, കാരണം ടെക്സ്റ്റ് ബുക്കിലില്ല. പിന്നെ അതിൻ്റെ കൂടെ 2 സെൻറ്റൻസ് നമ്മൾ എഴുതാറുള്ളത്, ഒന്ന് ഇത് ഏറ്റവും കൂടുതലെന്ന് കണ്ടിരുന്നത് ഫ്രീ സെക്സിലാണ്, വിത്തൗട്ട് പിന്നെ ഈ പറയുന്ന പ്രിക്കോഷൻസ് ഇല്ലാത്ത സെക്സ്. 2 ഇത് ഹോമോസെക്ഷാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അന്ന് വ്യാപകമായി ലോകത്ത് ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഇത് നോക്കിയപ്പോൾ ആ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഹെട്രോനോർമേറ്റീവ് അല്ല, ഈ പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ പ്രശ്നം. അവിടെ ഒരു ജനറേഷൻ അവിടെ സ്റ്റോപ്പാവുന്നു. ഇപ്പം ലെസ്ബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറ്റും, ഒരു ജനറേഷൻ സ്റ്റോപ്പ് വരുന്നുണ്ട്. രണ്ടാമത്തത്, ഈ ഗേയ്സ് പിന്നീട് ഈ പുറം ലോകത്ത് ഞങ്ങൾക്ക് ഈ പ്രായം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ പാടില്ല, അതുപോലെ തന്നെ കൺസെൻ്റ് എന്ന് പറയുന്നത് പാടില്ല എന്ന് പറയുന്ന ഒരു പുതിയ തിയറി ഉണ്ടാക്കി അവിടെ ബോയ്സ് ലവേഴ്സ് അസോസിയേഷൻ
പിഡോഫിലിക് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന കുറേ പ്രസ്ഥാനങ്ങളുണ്ടായി. ആ പ്രസ്ഥാനങ്ങളിൽ അവരുടെ മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ഹാവ് റിലേഷൻ വിത്ത് ചിൽഡ്രൻ ഓൾസോ വിത്തൗട്ട് ഏജ് ബാർ ആൻഡ് വിത്തൗട്ട് അതിന് കൺസെൻറ്റും പാടില്ല. ഗേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിനു വേണ്ടി ശക്തമായി അവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കിവിടെ ഒരു ഗേ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വന്ന് അതിലേക്ക്, കാരണം ലോകത്ത് നടക്കുന്ന ചലനങ്ങൾ തന്നെയാണ് ഇവിടെയും പ്രൈഡ് പരേഡ് നടന്നു, കോഴിക്കോട് നടന്നു പ്രൈഡ് പരേഡ്. അപ്പം ലോകത്ത് നടക്കുന്ന കംപ്ലീറ്റ് ഈ പ്രൈഡ് പരേഡിന് മുഴുവൻ സ്പോൺസർ ചെയ്യുന്നത് മുഴുവൻ കോർപ്പറേറ്റ് കമ്പനികളാണ്. അവിടുത്തെ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ വാൾമാർട്ട്, ഇങ്ങനെയുള്ള കമ്പനികളാണ് ഈ പ്രൈഡ് പരേഡ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഞാനാണ് ഇവിടെ ശരിക്കും പോക്സോ നിയമം കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ പോക്സോ സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നത് അന്ന് നീല ഗംഗാധരനായിരുന്നു ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനായിട്ട്. അപ്പം ഞാൻ ആ പോക്സോയിൽ എന്താണ് ഈ ഇതുപോലെയുള്ള പീഡോഫിലിക് ആയിട്ടുള്ള ആളുകളെ ഇത്ര വർഷം വരെ തടവിലിടാമെന്നൊക്കെ പറയുന്ന നിയമമാണത്. അപ്പം ഞാനിവിടെ വെച്ച് ചോദിച്ചത്, ശരിക്കും ഈ ഹോമോസെക്ഷാലിറ്റി ഇവിടെ വന്ന് അത് ഈ പീഡോഫിലിക്കിലേക്ക് വന്നാൽ പിന്നെ ഈ പോക്സോ എന്ന് പറയുന്ന നിയമം എന്ത് ചെയ്യും? ഇത് ചോദിച്ചതിന് എല്ലാവരും അന്ന് പത്രങ്ങൾ എഴുതിയത് പോക്സോ എന്തിന് MK മുനീർ, അത് മറ്റേ പോപ്പ് വന്ന പോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാക്കിയത് ഞാനാണെന്നുള്ളത് എങ്കിലും ഹിസ്റ്റോറിക്കലി ആയിട്ട് ഒന്ന് നോക്കണ്ടേ കറക്ഷൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ പ്രശ്നം മാത്രമാണ് ഞാൻ റേസ് ചെയ്തത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇനിയും നിലകൊള്ളണമെന്ന് ഞാൻ ഇവിടെ ആദ്യമായി SM സ്ട്രീറ്റിൽ ശരിക്കും ഷീറ്റ് അല്ല 2 ഇതുണ്ടല്ലോ, പിന്നെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് 2 ബാത്റൂം ഉണ്ടാവും. മെയിലിലേക്ക് ഇവർ കയറി കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാകും. സ്ത്രീകളിലേക്കും ട്രാൻസ്ജെൻഡേഴ്സിന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവർ യൂറിൻ പാസ് ചെയ്യാതെ ഇവർക്ക് പല ഇൻഫെക്ഷൻസ്. അതിനുവേണ്ടി ആദ്യം SM സ്ട്രീറ്റിൽ T എന്ന് പറയുന്ന ഒരു ബാത്റൂം ഉണ്ടാക്കിയ ആളാണ് ഞാൻ, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി. മാത്രമല്ല ഇനി ഈ ഇവരുടെ ജോലി പ്രവേശനം, ഇവരെ പലപ്പോഴും പോലീസ് പിന്നെ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ പിടിച്ച് ജയിലിടുകയായിരുന്നു. അതെല്ലാം നമ്മൾ മാറ്റി അവർക്ക് ജോലി കിട്ടുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആ പുരോഗമനപരമായ കാര്യത്തിലൊന്നും ഞാൻ ഇതില്ല. പക്ഷേ അതേസമയം സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് സൂക്ഷ്മത വേണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ലോകം മുഴുവൻ ഹോമോസെക്ഷുവാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന അതൊരു റിയാലിറ്റി ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ താങ്കൾ ഈ പറഞ്ഞ അതിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇല്ലീഗൽ ആസ്പെക്ട് ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ഹോമോസെക്ഷുവാലിറ്റി ആസ് സച്ച് കേരള സൊസൈറ്റിയിലൊരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അങ്ങനൊരു അല്ല, കേരള സൊസൈറ്റിയിലെ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അതിനെതിരെ നിൽക്കുന്നത്? ഇപ്പോഴും സുപ്രീം കോടതി പിന്നെ എന്തുകൊണ്ട് അതിനനുകൂലമായൊരു വിധി ഇന്ത്യയിൽ കൊടുത്തില്ല? അപ്പം അവരും പിന്നെ പിന്തിരിപ്പന്മാരാണെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? ഈ ഇഷ്യൂസ് ഒന്നും ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഇല്ലല്ലോ. വളരെ ഇന്നോക്കോസ് ആയിട്ടുള്ള സംഭവമാണ്, വളരെ ഇന്നസെൻ്റ് ആയിട്ടൊരു കാര്യമല്ല. അപ്പോൾ അതിനെ ആകെ പിണറായി വിജയൻ സാരി എടുക്കുന്നില്ല. അതല്ല അതിൽ ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, അതിൽ ഞാൻ സ്ത്രീപക്ഷത്ത് നിന്നാണ് സംസാരിച്ചത്. ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ ഓൾവേസ് വി ആർ ബോതേർഡ് അബൌട്ട് ദി അതർ ജെൻഡർ. പുരുഷനോട് ഒരിക്കലും കൽപ്പിക്കാറില്ല നീ ഇന്ന മാതിരി വസ്ത്രമിട്ട് വരണം. പക്ഷെ സ്ത്രീകളെ എപ്പോഴും സ്ത്രീകളോട് നിങ്ങൾ എല്ലാം പാൻറ്റിട്. പാൻറ്റ് ഇടുന്നതിനെതിരെ ഞാൻ പാൻറ്റിനെതിരല്ല. പാൻറ്റ് ഇപ്പം പിന്നെ പല സ്കൂൾസിൽ യൂണിഫോം പാൻറ്റാണ്.
പക്ഷേ നമ്മളവരുടെ കൺസേൺ വേണമല്ലോ. അപ്പോൾ യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അത് ഇറ്റ്സ് എ കളർ കോഡാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ചുരിദാറാണെങ്കിൽ ചുരിദാർ ഇട്ടോട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർ ചിലർ മുണ്ടെടുത്ത് വരുന്നുണ്ട്, ചിലർ പാൻറ്റിട്ട് വരുന്നുണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ വൈ ഇൻസിസ്റ്റിംഗ് ഓൺലി ഓൺ, എപ്പോഴും നമ്മൾ ഈ സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ചേ ഡിസ്കസ് ചെയ്യും. പുരുഷൻ എന്ന് പറയുന്നൊരു സാധനത്തിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ കൺസേൺ മുഴുവൻ സ്ത്രീ എങ്ങനെ നടക്കണം, അവൾ എന്തിടണം, അവൾ ഏത് രീതിയിൽ പിന്നെ പുറത്ത് പോകണം. അവൾക്ക് ജീൻസാണ് കംഫർട്ടബിൾ, ജീൻസ് ഇടാലോ. ടീഷർട്ടാണെങ്കിൽ ടീഷർട്ട്. ഞാൻ പറയുന്നത് ദേ ഷുഡ് ബി കംഫർട്ടബിൾ. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. അതായത് എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ പിണറായി വിജയൻ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല? പാട്രിയാർക്കൽ സാധനമാണോ സ്ത്രീ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം പോലും വാങ്ങണ്ട എന്നുള്ള രീതിയിലേക്ക് ചില മതസംഘടനകളുടെ തീരുമാനം? ഇല്ല, അത് ഞാൻ അവരുടെ സംഘടനയുടെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മതസംഘടനകളുടെ ഞാനിപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസി MLA എന്നുള്ള നിലക്ക് ഞാൻ എല്ലാ കുട്ടികൾക്കും പ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ.